ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറേ ന്യൂസുകളുണ്ട്. അതെല്ലാം നമ്മളൊന്ന് ഓടിച്ചങ്ങ് നോക്കുകയാണ്. അമേരിക്കയിൽ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെടിവെപ്പ്. അതായത് തോക്കുധാരി വന്ന് വെടിവെച്ച് 6 പേര് ഹോസ്പിറ്റലൈസ്ഡാണ്. അമേരിക്കയിൽ ഇങ്ങനെ തോക്കുകൊണ്ട് വെടിവെക്കുക എന്നുള്ളത് ഒരു നിത്യേന സംഭവമാണ്. ഇതിനകത്ത് ഈ തോക്കിൻ്റെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള ലോ അമെൻമെൻറ്റിനെ കുറിച്ചൊക്കെ പല ഗവൺമെൻറ്റുകൾ ബാധിച്ചതാണ്. പക്ഷെ ഒരിക്കലും ഈ ഒരു തോക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ ഒരു നിത്യേന സംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നെയിം ഡീറ്റെയിൽസ് ആ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നീ എന്ത് കാരണം കൊണ്ടാണ്, ഏത് പർപ്പസിനാണ് ഈ ഒരു വെടിവെപ്പ് നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കോളേജ് ആയതുകൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനമാണോ എന്ന് വരെ സംശയമുണ്ട്. വിവരങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് കൺഫേം ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അപ്പോൾ ഈ സംഭവം ഈ ഒരു കോളേജിന്റെ ഉള്ളിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. 6 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സിവിയർ കണ്ടീഷനാണ്. അതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നെ ഒരു വാർത്ത വരുന്നത്, ഇസ്രായേൽ അമേരിക്ക ജോയിന്റ് ആയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ട്രംപ് ഇതിനെ പിന്തിരിപ്പിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഇറാൻ ഇസ്രായേൽ ചർച്ച നടക്കുന്ന ആ രാത്രി തന്നെ നമ്മളൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു കൃത്യമായിട്ടുള്ള പുതിയ ന്യൂക്ലിയർ റിസർച്ച് ലാബോറട്ടറി, അതിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഇമേജ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പ്ലാൻ ബി ആണ്. അതായത് അമേരിക്കയ്ക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ചർച്ച പരാജയപ്പെട്ടാൽ ഒരു ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുക എന്നുള്ള നിലയിലുള്ള ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്രായേലും അമേരിക്കയും ജോയിന്റ് ആയിട്ട് തന്നെ ഒരു ആക്രമണം നടത്താൻ തയ്യാറായിരുന്നു എന്നും ലാസ്റ്റ് മൊമെന്റിൽ അതിനെ പിന്തിരിപ്പിച്ചത് ട്രംപ് ആണെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ട് വരുന്ന വാർത്തയാണ്. പക്ഷേ ഇതിനെ രണ്ടു കൂട്ടരും, ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ എതിർത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പൊ അമേരിക്ക ഇറാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചർച്ച പരാജയപ്പെടാൻ ഈ ഒരു വാർത്ത കാരണമായി തീരും എന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടരുത് എന്ന് അമേരിക്കയിലുള്ള മാധ്യമങ്ങൾക്ക് വരെ താക്കീത് നൽകിയിരിക്കുകയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ബി ഉണ്ടായിരുന്നത് തന്നെയാണ്. അല്ലാതെ തീർച്ചയായിട്ടും ഒരു സാറ്റർഡേ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഒരു ചർച്ച മുന്നോട്ട് ഉടനീളം പോയത്. പക്ഷേ അവസാന സമയത്ത് ഇത് ചർച്ച വീണ്ടും ഇനിയൊരു ദിവസത്തെ ചർച്ച വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആ രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊന്നും ചർച്ച പ്രപ്പോസ് ചെയ്ത സമയത്ത് ഈ വക തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒന്നെങ്കിൽ ചർച്ച മുന്നോട്ട് പോകണം, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യണം, ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്ലാൻ ബി ഉണ്ടായിരുന്നത്. ആ പ്ലാൻ ബി ആണ് ഇന്ന് പത്രമാധ്യമങ്ങൾ പുറത്തെടുത്തിട്ടത്. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആ ചർച്ച നടന്ന ആ സെയിം ഡേയിൽ തന്നെ നമ്മുടെ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. IAEA ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇറാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇറാന് ടൈം ലൈൻ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതുമായിട്ട് യുറേനിയം എൻറിച്ചിൽ സക്സസ്ഫുൾ ആവും എന്നാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഈ ഇറാൻ ഈ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ ട്രംപ് തന്നെ ഭാഗികമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ 2015, 2016 കാലഘട്ടത്തിൽ ഇറാനെ ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന സമയത്ത് ഇറാൻ വളരെ വീക്കായിരുന്നു. ഈ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ചൊന്നും അവർ ആ രീതിയിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്ന പോലെ അത്ര എഫക്റ്റീവ് ആയിട്ട് ചിന്തിച്ച് നടപ്പിലാക്കാൻ പ്രാപ്തരല്ലായിരുന്നു അന്ന് 2015-16 കാലഘട്ടത്തിൽ. പക്ഷെ അന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവരെ ന്യൂക്ലിയർ ഡീലിൽ ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ ജിയോ പൊളിറ്റിക്കലി വേറെ പല രീതിയിലുള്ള ചേഞ്ചസ് ഒരു പക്ഷേ സംഭവിച്ചു കാണും. അത് എക്കണോമിക് പരമായിട്ട്, ട്രേഡ് പരമായിട്ട്, ഓയിൽ വിൽപ്പന അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില രീതിയിൽ ചില രാജ്യങ്ങൾക്ക് ഏറ്റക്കുറവുകൾ അവരുടെ വരുമാനത്തിൽ ഉണ്ടായേക്കാം. അതിലുപരിയായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഇറാൻ ഈ രീതിയിൽ ഒരു ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ പാകപ്പെട്ട അവസ്ഥയിൽ എത്തിപ്പെടില്ലായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു 2017 ട്രംപ് ആ ന്യൂക്ലിയർ ഡീൽ കീറിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത്. ഇന്ന് എത്രമാത്രം കിടന്ന് ബുദ്ധിമുട്ടിയിട്ടും ഇറാൻ വഴങ്ങാത്തത് അതുകൊണ്ടാണ്. കാരണം 2017 മുതൽ, അതായത് ആ ഒരു ഫസ്റ്റ് ന്യൂക്ലിയർ ഡീല് കീറിക്കളഞ്ഞത് മുതൽ ട്രംപ് സ്വമേധയാ പിൻവലിച്ചതുകൊണ്ട്, അതായത് അമേരിക്കയുമായിട്ട് ഒപ്പിട്ട ആ ഒരു ഡീല് ട്രംപ് സ്വമേധയാ പിൻവലിക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ ഇറാൻ ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ട്. അതായത് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കണം എന്ന് വളരെ തീവ്രമായ രീതിയിൽ ശ്രമിച്ച് അതിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും അധ്വാനിച്ച് വന്ന് മുന്നോട്ട് നിൽക്കുന്നത്. ഇത് ഏതാണ്ട് ന്യൂക്ലിയർ വെപ്പൺ റെഡിയായില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ പുറകോട്ട് പോണോ എന്നാണ് ഇറാൻ ചിന്തിക്കുന്നത്.
ഒരു ഡീപ്പ് ലെവലിൽ ഈ റിസർച്ചിൽ എത്തിയതിനു ശേഷം എന്തുകൊണ്ട് നമ്മൾ പിന്മാറണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇറാനുള്ളത്. അതുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം സ്റ്റബണായിട്ട് നിൽക്കുന്നതും ഈ രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പൊരുതുന്നതും. ഇറാന് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു ന്യൂക്ലിയർ ഡീൽ ഒപ്പിടാൻ. അതാണ് ഇപ്പൊ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് നീ ഒപ്പിട്ടെങ്കിൽ ഒപ്പിട്, ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടണ്ട എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. പിന്നെ ആക്രമണം എന്ന് കഴിഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫേസ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ നിൽക്കുന്നത്. ഇറാന് കോൺഫിഡൻസ് നൽകുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ആ പോയിന്റ് എന്താ വെച്ചാല്, ആദ്യത്തെ തവണ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴത്തേക്കും വലിയ തോതിൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ വട്ടം ഇറാൻ മിസൈൽ വിട്ട് ആക്രമിച്ചപ്പോഴത്തേക്കും അവിടെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ സംഭവിച്ചു. ചെറിയ രീതിയിലുള്ള പെനിട്രേഷൻസ് ഇറാന്റെ മിസൈൽസ് അവിടെ ഉണ്ടാക്കി. 1, 2, 3 എങ്ങാണ്ട് അത് പതിച്ചിട്ടുണ്ടായിരുന്നു. റെസിഡൻസ് മേഖലയിലല്ല, അല്ലാതെ ആൾ താമസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പതിച്ചിരുന്നു. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നമ്മൾ നമ്മുടെ വാർത്തയിൽ തന്നെ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ പതിച്ച മിസൈൽസ് എല്ലാം തന്നെ റെസിഡൻഷ്യൽ മേഖലയിലായിരുന്നു എങ്കിൽ, അഥവാ ടെൽ അവീവ് എന്ന് പറഞ്ഞ സെൻട്രൽ ഇസ്രായേൽ ഭാഗത്തായിരുന്നു, അല്ലെങ്കിൽ ജെറുസലേമിലായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ളൊരു തിരിച്ചറിവ് ഇസ്രായേലിനുണ്ടായി. അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ താഡ് സിസ്റ്റം റിക്വസ്റ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ഉള്ള ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് അഡീഷണൽ താഡ് സിസ്റ്റം വേണം എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ നിന്നും താഡ് ഡിഫൻസ് ബാറ്ററീസ് അവർ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്തത്. ഇത് ഇറാനെ ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട്, കുറച്ച് കൂടുതൽ നമ്പേഴ്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിർണായകമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പൊട്ടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഈ ഒരു ത്രെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ വീണ്ടും അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഒരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കനത്ത നാശനഷ്ടം ഉണ്ടാവും. ഈ സ്ഥലപരിധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഉള്ളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളിൽ 1/5 ഭാഗം ഇസ്രായേലിന് സംഭവിച്ചാൽ മതി. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ചെറുതാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ചെറുത്ത് നിൽക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ തന്നെയും ചില പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇറാന്റെ സ്ട്രെങ്ത് അല്ലാതെ ഇറാൻ ഒരുപാട് ആയുധങ്ങൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇറാൻ ഭയങ്കരമായിട്ട് പോരാളികളാണ്, ഇങ്ങനെയൊന്നുമില്ല. ഇറാന്റെ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ 2-3 ചെറിയ ലൂപ്പ് ഹോൾസ് ആണ് അവർ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം ഏത് ഭാഗത്താണ് നമ്മുടെ ഒരു വീക്ക്നെസ് ഉള്ളതെന്നുള്ളത്. നമ്പർ ഓഫ് മിസൈൽസ് കൂടുതൽ വരുമ്പോഴത്തേക്കും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള മാറ്റർ തന്നെയാണ്. ആ തിരിച്ചറിവാണ് ഇസ്രായേലിനെ താഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയത്. അതേപോലെ ഇറാൻ ഇന്നും പറഞ്ഞിരിക്കുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് ഒരിക്കലും ഇറാൻ നിർത്തിവെക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു US-ഉമായിട്ടുള്ള ഈ ചർച്ചയൊക്കെ നടന്നതിന് ശേഷമാണ് അവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് രണ്ടിലൊരു തീരുമാനം എടുക്കേണ്ടത് ട്രംപാണ്. അപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഇസ്രായേലിന് ഒറ്റയ്ക്ക് തന്നെ ഇറാനെ അടിക്കാനുള്ള കെൽപ്പുണ്ട്. ഇനി അഥവാ അമേരിക്ക വേണമെങ്കിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അത്ര ധൃതിയിലല്ല ഉള്ളത്. ഐ എം നോട്ട് ഹരി ടു ഡു ദാറ്റ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ അടുത്ത് ഒരു ഡിസിഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. IDF ഇന്ന് ഹമാസിന്റെ ഒരു ട്രെയിനിങ് യൂണിറ്റ് തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ട്രെയിനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 ട്രക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് കടത്തുന്ന ആ ഒരു ടീമുകൾ, അതിന് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു സെന്റർ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ ഈ ഒരു ട്രക്കുകളെ കടത്തുന്ന ആ ഒരു ടീമിൽപ്പെട്ട കുറെ ആൾക്കാരെ വധിച്ചിട്ടുണ്ട് ആ ഒരു ട്രെയിനിങ് ക്യാമ്പിനകത്ത് വെച്ച് തന്നെ. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത് എയ്ഡ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അതിലൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതായത് പണ്ടത്തെ പോലെ എയ്ഡിന്റെ ട്രക്കുകൾ കടത്തിവിട്ട് ഹമാസ് കടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നില്ല. ഏത് വിധേനയും ഈ എയ്ഡ് സാധനങ്ങൾ സിവിലിയൻസിന്റെ കയ്യിൽ എത്തിക്കാന്നുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ചില ടീമുകളെ തയ്യാറാക്കി ഇസ്രായേൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു എയ്ഡ് മൂലം കൊണ്ടുവരുന്ന സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സാഹചര്യമാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടേ എയ്ഡ് ട്രക്കുകൾ അകത്തോട്ട് വരുള്ളൂ എന്നാണ് ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ട്രക്കിനെ കടത്തിവിട്ട് ഹമാസ് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഇനി നടക്കത്തില്ല എന്നാണ് പറയുന്നത്. ഖത്താർ അമീർ അൽത്താനി റഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ $2 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉക്രൈനിലെ സെലൻസ്കിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം റഷ്യയുമായിട്ട് ഇങ്ങനെ കൂടുതൽ കരാറുകൾ ആൾക്കാർ വെക്കുന്നതും ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതൊന്നും ഉക്രൈനിന് ദഹിക്കുന്ന കാര്യമല്ല. കാരണം റഷ്യ ഉക്രൈൻ വാർ ഒരു നോർമലൈസ്ഡ് വാർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം 3 വർഷം കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. റഷ്യ ഉക്രൈൻ വാർ ഒരു സൈഡിൽ നടക്കും, അതൊരു വിഷയമല്ല. അത് കൂടാതെ മറ്റുള്ള ബിസിനസ് ഡീലുകളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് മറ്റുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.
ഈ ഖത്താർ അമീർ ഇന്ത്യയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖത്താർ അമീർ ഇന്ത്യയിലേക്ക് വന്നത് മാത്രമല്ല, ഖത്തറിലുണ്ടായ ഫോറിൻ പോളിസി ചേഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവര് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തതും ഇന്ത്യക്ക് വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുമായിട്ട് പ്ലാൻ ചെയ്തത്. അതേപോലെ ഇപ്പൊ റഷ്യയുമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരിപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഉപയോഗിക്കുന്ന അതേ ഡിപ്ലോമസിയിൽ കുറച്ചാണ് ഇപ്പൊ ഖത്തർ എടുത്ത് ഉപയോഗിക്കുന്നത്, കടമെടുത്ത് ഉപയോഗിക്കുന്നു വേണമെങ്കിൽ പറയാം. അതായത് പല രാജ്യങ്ങളുമായിട്ട് മൾട്ടിപോളാർ വേൾഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം. അതായത് ഇത്രയും നാളും അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഖത്താർ ഒരു പക്ഷേ അമേരിക്കയിലെ ഡിപ്ലോമസി മാറി മറിയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരേ ഒരു രാജ്യത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രാജ്യമായിക്കോട്ടെ വലിയ രാജ്യമായിക്കോട്ടെ നമ്മുടെ ഡിപ്ലോമസി ഒന്ന് മാറ്റിപ്പിടിക്കണം. അതായത് റഷ്യയും അമേരിക്കയും എങ്ങനെയാണ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത് അതേപോലത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനാണ് ഖത്തർ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഈ ഒരു ഇന്ത്യയുടെ നിലവിലെ ഡിപ്ലോമസി മോഡലാണ് പല രാജ്യങ്ങളും ഇപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. മൾട്ടിപോളാർ ഡിപ്ലോമസിയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ റഷ്യ വിസിറ്റ് ചെയ്തത്, അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ വിസിറ്റ് ചെയ്തത്, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തത്. അതായത് യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ ഇതേപോലെ ഏതെങ്കിലും ഒരു ഗ്ലോബൽ ഫോറം വന്നു കഴിഞ്ഞാൽ അവിടെ കുറെ ആൾക്കാരുടെ സപ്പോർട്ടെങ്കിലും ഖത്തറിന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസയുണ്ട്. അതുകൊണ്ട് ആ പൈസ വെച്ചിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവർ മുതലാക്കുകയാണ്. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻ തോതിൽ നിക്ഷേപമുണ്ടെങ്കിൽ ആരെങ്കിലും ആ രാജ്യം തീർച്ചയായിട്ടും ഖത്തറിനെ ഒരു മിനിമം റീസണിന് വേണ്ടിയിട്ടും അഥവാ ഒരു ചെറിയ സില്ലി റീസൺസിന് വേണ്ടിയിട്ടൊന്നും ആരും എതിർക്കത്തില്ല എന്നല്ല, അവർക്കെതിരെ ആരും തന്നെ വോട്ട് ചെയ്യില്ല. ആ രീതിയിലുള്ള ചില പരിഗണനകളൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പൈസ പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവര് ഈ തീവ്രവാദികൾക്ക് കൊടുക്കുന്നതിന് പകരം മറ്റുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മറ്റുള്ള രീതിയിൽ രാജ്യങ്ങൾക്ക് ടാക്സ് ആയിട്ടും ബിസിനസ് റവന്യൂമായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി തീരട്ടെ, അതായിരിക്കും നല്ലത്. ഖത്തറിന് ഇപ്പോഴെങ്കിലും ആ ഒരു ബുദ്ധി ഉദിച്ചത് നന്നായിന്നേ പറയാനുള്ളൂ. വ്ളാഡിമിർ പുടിൻ ഇന്ന് റഷ്യയിൽ നിന്നുള്ള കുറച്ച് ബന്ദികളെയും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹമാസ്. അപ്പൊ അങ്ങനെ റഷ്യയിൽ നിന്നുള്ള ജൂവും കൂടി ഈ ഒരു ഹോസ്റ്റേജ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ റഷ്യയിലുള്ള ജൂ അതേപോലെ തന്നെ ഇസ്രായേലിലുള്ള ജൂ അങ്ങനെ രണ്ട് ജൂ ബന്ദികളായിട്ട് ഇതിനു മുമ്പ് പിടിക്കപ്പെട്ടിരുന്ന റിലീസ് ചെയ്യപ്പെട്ട ബന്ദികളെ പുടിൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്തതിലുപരിയായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഹമാസിനെതിരെയാണ്. ഹമാസിനെ ഹെയിൽ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. പറഞ്ഞത് നിങ്ങൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ എത്രയും വേഗം വിട്ടയക്കണം. ഇത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു യുദ്ധ രീതിയാണെന്നാണ്. ഇത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ബാലിശമായിട്ടുള്ള ഭീരുവായിട്ടുള്ള ഒരു യുദ്ധസങ്കല്പമാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പിടിച്ചോണ്ട് വന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡീൽ ചെയ്ത് ഇങ്ങനെ യുദ്ധം നടത്തുന്നത്. അതിലും ഭേദം വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ. കാരണം യുദ്ധം ചെയ്യണമെങ്കിൽ നേരിട്ടങ്ങ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചോണ്ട് വന്ന് വെച്ചിട്ട് ബന്ദികളായിട്ട്, അതായത് പരസ്പര ബന്ധവുമില്ലാത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് വെച്ചിട്ട് ബന്ദികളാക്കി വെച്ചിട്ട് യുദ്ധം ചെയ്യുന്നതിന്റെ പേരല്ല യുദ്ധം എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. USNY ആഡം പറഞ്ഞിരിക്കുന്നത്, ആഡം ഇതിനു മുമ്പ് ഖത്തറിൽ ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പോയ ആളാണ്. അതേ ഇത് ഈ ഒരു എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഈ ഒരു കക്ഷിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളി പോയത്. പുള്ളി ഇന്നൊരു വാർത്ത പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എയ്ഡൻ അലക്സാണ്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എയ്ഡൻ അലക്സാണ്ടർ സേഫ് ആയിട്ടുള്ള പ്ലേസിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹമാസ് അത് പാലിക്കുകയും ചെയ്യും. കാരണം അവർക്കറിയാം എയ്ഡൻ അലക്സാണ്ടറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമേരിക്ക അവിടെ എത്തും എന്നുള്ളത് അവർ ഓർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർത്തേൺ ഗാസ ഭാഗത്ത് വീണ്ടും ഹമാസിനെതിരെയുള്ള ഒരു പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഹമാസിന് സംഭവിച്ചിരിക്കുന്നത് ഹമാസിന് ഫണ്ട് ഷോർട്ടേജ് ആണ്. ഫണ്ട് ഷോർട്ടേജ് പറഞ്ഞാൽ ഇപ്പം ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് പൈസയൊന്നും വരുന്നില്ല. ഒരു മാസം 15 മില്യൺ മിനിമം, മാക്സിമം 500 മില്യൺ, ഇതൊക്കെയാണ് ഒരു മാസം വന്നുകൊണ്ടിരുന്ന ഫണ്ടുകളുടെ കണക്ക്. അപ്പം നല്ല രീതിയിൽ അർമാദിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഹമാസിന്റെ ലീഡർഷിപ്പ് പൊസിഷൻസിലൊക്കെ ഉള്ളത്. അപ്പൊ ഇവർ ഈ പൈസ കൊണ്ടുവന്ന് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാല് മൊത്ത പൈസയും ഇവർ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത് തുർക്കിയിലാണെന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഇവരുടെ ഫണ്ടിങ്ങിന്റെ ലീഗലൈസ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇവർ മറ്റുള്ള ലോക രാജ്യങ്ങളുമായിട്ട് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് ഈ തുർക്കി മാർക്കറ്റിനെ വെച്ചുകൊണ്ടാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥൻ, അയാൾക്ക് കിട്ടുന്നത് ഏതാണ്ട് $200 മാസം. $200 മുതൽ $300 ഇതാണ് അവർക്ക് കിട്ടുന്ന ഒരു പൈസ. ചെറിയ നക്കാപ്പിച്ച പൈസയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൈസക്കാണ് അവര് ഈ രീതിയിലുള്ള യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് നടക്കുന്നത്, ഈ രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലാതെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു രാജ്യം ഇപ്പം ഗാസ എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പ് ഏതാണ്ട് 2005 മുതൽ ഫുൾ ആൻഡ് ഫുൾ ഹമാസിന്റെ കൺട്രോളിലായിരുന്നു. ഇവർക്ക് കിട്ടിയ പൈസ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് നടത്തുകയും ഇവർ രാജ്യത്തിന്റെ പല പല എൻറ്റിറ്റീസ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് ഡിഫൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഇവർക്ക് നേവി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഡിഫൻസിൽ, ഇവർക്ക് തന്നെ ആർമി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഇവർക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആർമി ഇവർക്ക് രൂപപ്പെടുത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവരത് ചെയ്തില്ല. ഇതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇത്രയും പൈസ മേടിച്ചുകൊണ്ട് ഇവര് തിന്ന് മുടിച്ച് ഹോട്ടലുകളിലും അവിടെ ഇവിടെയൊക്കെ എൻജോയ് ചെയ്ത് അർമാദിച്ച് നടന്ന സമയങ്ങളിൽ ഇവർ ഗാസയ്ക്കുള്ളിൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള
ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇവർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കിയില്ല. ഇവർക്ക് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം വേൾഡ് എങ്ങനെയാണ് ലോകം കൺസിഡർ ചെയ്യുന്നത് ഇസ്രായേൽ ഒരു ട്രെയിൻഡ് ആർമിയാണ്. അതായത് ഒരു രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ട്രെയിൻഡ് ആർമി. ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഗാസയിൽ എത്രത്തോളം ഞങ്ങൾ ട്രെയിൻഡ് ആർമിയാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ആരാണ് ഇതിനെ മുഖവിലക്കെടുക്കുക? ആരും മുഖവിലക്കെടുക്കില്ല. ഒരു റിലീജിയൻ ബേസിൽ കുറച്ച് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലാണ്ട് ആരും ഇവർ ട്രെയിൻഡ് ആർമിയാണെന്ന് പറയത്തില്ല. ഇവർ ശരിക്കും പറഞ്ഞാല് കടന്നുകയറ്റക്കാരാണെന്നുള്ള നിഗമനമാണ് പാലസ്തീനിയൻ അതോറിറ്റിക്ക് വരെ ഉള്ളത്. ആ രീതിയിലാണ് ഹമാസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു ലെജിറ്റിമസി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇവർക്ക് 2005 മുതൽ ഈ ഗാസ സ്ട്രിപ്പ് ഇവരുടെ കയ്യിലാണുള്ളത്. ഏത് വിധേന ഫണ്ട് കൈക്കലാക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പിടുത്തമില്ലാതെ നിൽക്കുന്ന ഒരു ഹമാസ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഗാസ സ്ട്രിപ്പ് ഫുള്ളി ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ഇപ്പം ഒരു രീതിയിലും പെനിട്രേറ്റ് ചെയ്ത് ഗാസയ്ക്കുള്ളിലുള്ള ഹമാസിന് ഒരു സബ്സയ്ക്കുള്ളിൽ ഫണ്ട് എത്തിക്കാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ എത്തിക്കാനോ ഒരു രീതിയിലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിസ്സഹായ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്, അങ്ങനെ പറയാൻ പറ്റൂ. കാരണം ഇനിയിപ്പോ 7 ട്രക്കുകൾ ഇസ്രായേൽ വിട്ടിട്ട് വേണം ഇനി അവിടെ ആഹാരം കിട്ടാൻ. അതാണ് ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്ന ഇമേജുകൾ കണ്ടല്ലോ, ഇതാണ് ഗാസയുടെ ഉള്ളിലുള്ള അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇനിയിപ്പം ഇസ്രായേൽ വിചാരിക്കണം ഈ ഒരു 7 ട്രക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർക്ക് ഈ സിവിലിയൻ ജനങ്ങൾക്കും ഈ കുട്ടികൾക്കൊക്കെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത്. അതിപ്പോ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. സമഗ്രമായ കുറെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.